അതെ, ചെറുതായിട്ട് കാറ്റും മഴയൊക്കെ വന്നു തുടങ്ങിയിട്ടാ. ബോട്ടിന്റെ പങ്കടന്ന് കറങ്ങണ നോക്കി. ഇങ്ങനെയുണ്ട നമ്മ വലയൊക്കെ പങ്കേമ കൊടുങ്ങാൻ നേരത്ത് ചെത്താനായിട്ട് ഇറങ്ങണത് കടലിൽ. ഇവന്മാരുടെ എപ്പോഴുള്ള സ്വഭാവമാണ് നമ്മുടെ ബോട്ടിൻ്റെ ഈ വേലിയുമോ ഒന്നിങ്ങനെ ഇരുന്നിട്ട് ഇവിടെ അപ്പിയിട്ട് വെക്കല് കണ്ട. അല്ലെങ്കിൽ ആ കൊമ്പുമ്പേണ് ഇരുന്നത്. കൊമ്പുമ്പോൾ നമ്മൾ ഇപ്പോൾ ഒരു സാധനം കെട്ടി വെച്ചതിൻ്റെ പേരിൽ അതും ഇരിക്കാൻ പറ്റണം കേട്ടോ. എന്നാലും ഒരുത്തം വന്നിരിക്കേണ്ട അവിടെ. നമസ്കാരം, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലരും കാണാൻ ആഗ്രഹിക്കണതും അതുപോലെ ചിലർ ആദ്യമായിട്ട് കാണുന്നതുമായിട്ടുള്ള വീഡിയോ ആയിരിക്കും. പങ്കേമ വല കുടുങ്ങിയിട്ട് അതുപോലെ വല ചെത്താനിറങ്ങൽ, പിന്നെ നമ്മുടെ പ്രൊപ്പലർ വല വലിച്ചുകൊണ്ടിരിക്കുമ്പോൾ ബോട്ടിൻ്റെ പ്രൊപ്പലർ കിടന്ന് കറങ്ങിക്കൊണ്ടിരിക്കണ കാര്യങ്ങൾ, അങ്ങനെ എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്തിയിട്ടുള്ളൊരു വീഡിയോ ഉണ്ട്. അപ്പോൾ ചെറുതായിട്ട് കാറ്റും കോളുമൊക്കെ ഉണ്ട്. അപ്പോൾ ആ ഒരു കാറ്റും കോളുമില്ല, കാറ്റാണുള്ളത്. കാരണം കരക്കാറ്റ് നല്ല രീതിയിലുള്ളതിൻ്റെ പേരിൽ ബോട്ട് കിടന്ന് പയ്യെ ഇങ്ങനെ ആടി ഉലഞ്ഞുകൊണ്ടിരിക്കേണ്ട. അത്ര വലിയ പ്രശ്നമൊന്നും പറയാനില്ല കേട്ടോ. ഞങ്ങളെല്ലാവരും ബോട്ടിൻ്റെ അണിയത്ത് വന്നിരിക്കേണ്ട കേട്ടോ. സമയം ഇപ്പോൾ ഏകദേശം ഒരു 6 മണി, രാവിലെ 6 മണിയായി വന്നുള്ളൂ. അപ്പോൾ നിങ്ങളുടെ സ്നേഹം ഒരു ലൈക്കായിട്ട് തന്നോളി. നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമൻറ്റ് ചെയ്തോ. നമ്മുടെ വീഡിയോയിലേക്ക് നമുക്ക് നേരെ കിടക്കട്ടെ. അങ്ങനെ നമ്മൾ വല വലിച്ചുകൊണ്ടിരിക്കുകയാണ്. സ്ലോ വല ഇട്ടാണ് വലിച്ചുകൊണ്ടിരിക്കുന്നത്. അതുപോലെ വേറൊരു കാര്യം പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പ്രൊപ്പലർ, അതായത് പങ്കേമ എന്ത് കുടുങ്ങിക്കഴിഞ്ഞാലും, റോപ്പാ ടയറാ എന്ത് വന്ന് കുടുങ്ങിക്കഴിഞ്ഞാലും നമുക്ക് പെട്ടെന്ന് അത് അറിയാൻ പറ്റും. കാരണം സ്റ്റിയറിങ്ങും ആ ഒരു അടി മനസ്സിലാവും. അതുപോലെ നമ്മുടെ ബോട്ട് മൊത്തത്തിലൊരിളക്കും ഇങ്ങനെ വരോട്ടെ. കാരണം പ്രൊപ്പലർ മെയിൻ സാധനമുള്ള. അങ്ങനെ സ്രാങ്കിന് ഒരു സംശയം തോന്നിക്കഴിഞ്ഞപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്ത് നേരെ ക്യാമറ എടുത്തൊന്ന് ഇറക്കി നോക്കി എങ്ങനെയാണെന്ന് അറിയാനായിട്ട്, എന്തെങ്കിലും കുടുങ്ങിയിരിക്കണ്ടായില്ലേ എന്നൊക്കെ അറിയാനായിട്ട്. അപ്പോൾ അതെ, വല വലിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിലാണ് ഞാൻ ക്യാമറ ഇറക്കി നോക്കിയത്. അപ്പോൾ അതെ, ബോട്ടിൻ്റെ പ്രൊപ്പലർ കിടന്ന് കറങ്ങണ ഒരു കാഴ്ച ഉണ്ട് ഈ കാണുന്നത്. ഇത്രയും പ്രഷറിലാണ് വെള്ളത്തിനെ തള്ളി വിട്ടിട്ട് ബോട്ട് വലയും വലിച്ച് മുന്നോട്ട് പോകുന്നത്. പക്ഷെ സൂക്ഷിച്ച് നോക്കാൻ നേരത്ത് കാണാൻ പറ്റും അതിനകത്തൊരു കറുപ്പ കളറിൽ എന്തോ പിടിച്ചിരിക്കണേട്ടാ. ഒന്നും കൂടി ഞാൻ ഈ വീഡിയോ സ്ലോ മോഷൻ ആക്കുമ്പോൾ ഒന്നും കൂടി വ്യക്തമാകും. കണ്ട എന്തോ ടയർ പോലത്തെ എന്തോണം. കടലിൽ ഇത് സർവ്വസാധാരണമായിട്ടുള്ള സംഭവമാണ്. റോപ്പും വലയും കാര്യങ്ങളൊക്കെ അങ്ങനെ പങ്കേം ഇങ്ങനെ ഇടക്ക് കൊടുങ്ങാറുണ്ട്. അപ്പം ഇങ്ങനെ വരുമ്പോൾ ഉള്ള പ്രശ്നമെന്ന് വെച്ച് കഴിഞ്ഞാൽ ബോട്ടിൻ്റെ സ്പീഡിലുള്ള വേരിയേഷൻ വരും. അതുപോലെ ഇതറിയാണ്ട് നമ്മൾ ഓടിച്ചുകൊണ്ട് പോകണമെങ്കിൽ ഡീസലത്തിന് വ്യത്യാസം ഉണ്ടാകും. അതുപോലെ തന്നെ ഫുള്ള് ജെർക്കിങ് ആയിരിക്കും ബോട്ട്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള കാഴ്ചകൾ പലരും കണ്ടിരിക്കണം ഇംഗ്ലീഷുകാരുടെ ചാനലിലായിരിക്കും. അപ്പോൾ നമുക്കത് എടുക്കാൻ പറ്റി, നിങ്ങളിലേക്ക് എത്തിക്കാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷം. ഇതുപോലെ ഉണ്ട് ബോട്ടിൻ്റെ പ്രൊപ്പലർ വല വലിച്ചുകൊണ്ടിരിക്കാൻ നേരത്ത് കിടന്ന് ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ സ്ലോ പണിയാണ്. അപ്പോൾ അതുകൊണ്ടാണ് നമുക്ക് വീഡിയോ കുറച്ചും കൂടി മര്യാദക്ക് എടുക്കാൻ പറ്റുന്നത്. സ്പീഡ് പണിയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എടുക്കാൻ പറ്റില്ല, കാരണം ബോട്ട് ഓടിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ. അപ്പോൾ അതൊക്കെ ഒരു അഡ്ജസ്റ്റ്മെൻറ്റിൽ പിടിച്ചാണ് നമ്മൾ ഈ ഒരു വീഡിയോ നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും പേജ് ഫോളോ ചെയ്യാനും മറക്കരുത് കേട്ടോ. വേറൊരു കാര്യം എന്ന് വെച്ചാൽ എന്താണ് ഈ കുടുങ്ങിക്കിടക്കണമെന്ന് നമുക്ക് ഇപ്പോഴും പിടിയിട്ടിട്ടില്ല. ഇതിങ്ങനെ കിടന്ന് ഭയങ്കര ജെർക്കിങ്ങോടെ കിടന്ന് ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സ്രാങ്ക് പറഞ്ഞ് ഗിയർ തട്ടിയിട്ട് തരാം, എന്താണെന്നൊന്ന് നോക്കാൻ പറഞ്ഞു. നമ്മൾ വല വലിച്ചുകൊണ്ടിരിക്കുകയാണ്, അധികം നേരം നിർത്താനും പറ്റില്ല. അപ്പോൾ ഓക്കെ ശരി എന്ന് പറഞ്ഞിട്ട് നമ്മൾ നേരെ ഗിയർ തട്ടിയിടണേണ്ടി കാണുന്നത്. പക്ഷെ നിർഭാഗ്യം വെച്ചാൽ പ്രൊപ്പലർ നിന്ന് കഴിഞ്ഞപ്പോൾ ആ സാധനമാണെങ്കിൽ അപ്പുറത്തെ സൈഡിലായി പോയി. നമുക്കാണെങ്കിൽ അറിയാൻ പറ്റില്ല ഇത് എവിടെയാണ് നിൽക്കണേന്നുള്ളത്. ഞങ്ങൾ തന്നെ നിർമ്മിച്ചെടുത്ത ഒരു പ്രത്യേകതരം ടൂളൊക്കെ വെച്ചാണ് അപ്പോൾ നമ്മൾ ഈ ക്യാമറ വെള്ളത്തിലേക്ക് ഇറക്കിയാണ് കേട്ടോ. കാരണം ഇത്രയും ലെങ്ത്തുള്ള ട്രൈപ്പോഡ് അല്ലെങ്കിൽ ഈ പറഞ്ഞ സ്റ്റാൻഡൊന്നും നമുക്ക് കിട്ടൂല. അപ്പോൾ ഒരു ഇരുമ്പിൻ്റെ പട്ടയൊക്കെ എടുത്ത് ഞങ്ങൾ തന്നെ നിർമ്മിച്ചേക്കണ ഒരു സാധനം വെച്ചാണ് എടുത്തേക്കണത്. അപ്പോൾ ഈ സെൻറ്റർ 3 സൈഡിൽ നിന്ന് എടുത്ത് നോക്കാമെന്ന് വിചാരിച്ചാൽ അങ്ങനെ സെൻറ്ററിലുമായിട്ട് ഇറക്കി നോക്കി. പക്ഷേ നമ്മുടെ ബോട്ടിൻ്റെ ചുക്കായം ഇങ്ങനെ മറിഞ്ഞ് കിടക്കുന്നതിൻ്റെ പേരിൽ അതും കാണാൻ പറ്റുന്നുണ്ടായില്ല കേട്ടോ. പക്ഷേ വീഡിയോ എടുത്ത് നോക്കിക്കഴിഞ്ഞപ്പോഴാണ് കണ്ടത് ആ സാധനമാണ് ഇതാ പോണത്. കണ്ട എന്തോ ടയർ പോലത്തെ എന്തോ ആണ്, എന്താണ് സംഭവം എന്നറിയില്ല. പക്ഷെ അത് ബോട്ട് നിർത്തി കഴിഞ്ഞപ്പോൾ ഓട്ടോമാറ്റിക്കലി അത് പങ്കേന്ന് ഊരിപ്പോയിട്ടാ. എന്നാലും നമുക്കൊരു ചെറിയ ഡൗട്ട് ഇനി എങ്ങാനും പോയിട്ടുണ്ടായില്ലേന്ന്. അപ്പോൾ ബോട്ട് ചെറിയൊരു ആയ്പക്കൊള്ളതിൻ്റെ പേരിൽ ഇങ്ങനെ കിടന്ന് കുത്തിക്കൊണ്ടിരിക്കുകയാണ്. എന്നാലും 3 സൈഡിൽ നിന്ന് എടുക്കാമെന്ന് പറഞ്ഞ് ഇപ്പുറത്തെ സൈഡിൽ നിന്ന് ഞാനൊന്ന് എടുത്തു നോക്കിയേട്ടാ. നോക്കിയേ, പക്ഷേ ഇപ്പം ആ സാധനം ആ പങ്കയിൽ കാണില്ല. അങ്ങനെ സ്രാങ്കിൻ്റെ അടുത്ത് കീറിട്ടോളാൻ പറഞ്ഞു, കാരണം വല വലിച്ചുകൊണ്ടിരിക്കുന്നല്ല. അപ്പോൾ അതേ പ്രൊപ്പലർ ഇപ്പോൾ പങ്ക കിടന്ന് ഇങ്ങനെ കറങ്ങോട്ടെ. അതായത് സ്റ്റാർട്ടിങ് ഇനീഷ്യൽ പവർ കൊടുക്കുമ്പോൾ പങ്ക കിടന്ന് ഇങ്ങനെ കറങ്ങണം. നോക്കി എത്രത്തോളം ക്ലിയർ ആണെന്ന് എനിക്ക് അറിയില്ലത്. വേണ്ട ആ ഒരു ഇനീഷ്യൽ പവർ കൊടുത്തു കഴിയുമ്പോൾ നമ്മുടെ ബോട്ട് ഇങ്ങനെ മുന്നിലേക്ക് പോകുന്നു. ഇത്രയും പവറിലാണ്ട് ആ ഒരു വെള്ളം തള്ളി വിടുന്ന വിടലുണ്ട്. കരക്കാറ്റിൻ്റെ ഒപ്പം ചെറിയൊരു മഴയും കൂടി ആയപ്പോൾ ഉഷാറായിട്ടാണ്. അപ്പോൾ അതൊരു ബോട്ട് അങ്ങ് ദൂരെ വലയെടുത്തുകൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് ഈ കാണുമ്പോൾ തന്നെ പേടിയാവുണ്ടല്ലേ. ഇതൊന്നും അല്ലട്ട കടൽ, ഇതിലും 10 ഇരട്ടിയുണ്ട് കടലിനെ കുറിച്ച് പറയാനായിട്ട്. അങ്ങനെ രാവിലത്തെ ഭക്ഷണം കഴിക്കാനായിട്ട് ഞങ്ങൾ ഇരുന്ന്. അപ്പോൾ അതേ കുഞ്ഞച്ചേട്ടൻ ചോറ് എല്ലാവർക്കും വിളമ്പിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് കഴിക്കാനായിട്ട് നമുക്ക് പല്ലൻ ചൂരക്കറിയും അതുപോലെ തന്നെ കായുപ്പേരിയും കണ്ടുള്ളത്. കണ്ടോ, നല്ല ചുമന്ന പല്ലൻ ചൂര ഇഷ്ടമുള്ളവർ എത്ര പേരുണ്ട്. അപ്പോൾ ഈ ഒരു തണുത്ത് നിൽക്കണ ഒരു ടൈം, അതായത് പൊടി മഴയും തണുത്ത കാറ്റും പിന്നെ നല്ല ചൂടൻ മീൻകറിയും ചൂടൻ ചോറും നല്ല പച്ചക്കറിയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ പറയണോ, നല്ല അടിപൊളിയായിട്ട് നമുക്ക് ഭക്ഷണം കഴിക്കാം. അപ്പോൾ എല്ലാവർക്കും എന്തേ ഓരോ കഷ്ണം വെച്ച് മീനിട്ടുകൊണ്ടിരിക്കുകയാണ്. ഓരോ കഷ്ണം അല്ലട്ടുള്ളത്, അത് ഓരോന്ന് ആദ്യം ഒരു ട്രിപ്പ് പോവും, അത് കഴിഞ്ഞിട്ട് വീണ്ടും ഒരു ട്രിപ്പും കൂടിയും പോകട്ടെ.
അപ്പോൾ എല്ലാവരും ചോറെടുത്തത് ബോട്ടിൻ്റെ ഓരോ സൈഡിലായിട്ട് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയുണ്ട്. അപ്പം ഞാനും കുറച്ച് ചോറ് എടുത്തിട്ടുണ്ട്. ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് കൂടുതൽ ചോറുണ്ടെന്ന് പറയുമെന്ന് അറിയാം, നീ എങ്ങനെ തിന്നുമെന്ന്. ഇതിൽ പാതിച്ചോറ് ഞാൻ കൊടുത്തിട്ട് ഭക്ഷണമെല്ലാം കഴിച്ചു കഴിഞ്ഞ് ഇനിയിപ്പോൾ വല പിടിക്കണവരെ റെസ്റ്റാണ്. അപ്പോൾ എല്ലാവരും നല്ല ഉറക്കത്തിലാണ്ട. അപ്പോൾ ഇത് വേണമെങ്കിൽ ഒരു കൊച്ചു വീടെന്ന് പറയാട്ടാ. കാറ്റും മഴയൊന്നും കൊള്ളാണ്ട് ഇതിൻ്റെ ഉള്ളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ആടി ഉലഞ്ഞൊക്കെയാണ് ഞങ്ങളുടെ ഉറങ്ങുന്നത്. അപ്പോൾ അവിടെ സ്രാങ്ക് മാത്രം എണീറ്റിക്കുന്നുണ്ട്. പണിക്കാരുടെയും മുതലാളിമാരുടെയും ഏക പ്രതീക്ഷേണ്ട സ്രാങ്ക്. അപ്പോൾ സ്രാങ്ക് അവിടെ സ്റ്റിയറിങ്ങും ഇരിക്കുകയാണ്. കുറച്ച് പേര് ഇവിടെ മൊബൈലിൽ സിനിമ കാണുന്നുണ്ട്. ഒട്ടുമിക്ക ആളുകളും ഉറങ്ങിയുണ്ട്. അപ്പം ഞാൻ ഈ വീഡിയോ എടുക്കുന്ന കിച്ചണിലിരുന്നാണ്. അങ്ങനെ നമ്മുടെ വല എടുത്തുകൊണ്ടിരിക്കുകയുണ്ട്. സ്ലോ വലേനെ ഇട്ടിരുന്ന്. അപ്പോൾ വല എടുക്കാനായിട്ടുള്ള കാര്യങ്ങളെല്ലാം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സ്രാങ്ക് പ്രാർത്ഥിച്ചിട്ട് ഗിയർ തട്ടിയിട്ടാ. പല ബോട്ടുകളുടെയും വീഞ്ചിൻ്റെ ലിവർ പുറത്തായിരിക്കുള്ളൂ, പക്ഷെ ഇതിൻ്റെ വീലോസിൻ്റെ ഉള്ളിൽ തന്നെ സ്രാങ്കാണ്ട് അതെല്ലാം നിയന്ത്രിക്കണത് കണ്ട. അപ്പോൾ സ്രാങ്ക് വീഞ്ചിൻ്റെ ലിവർ തട്ടിയിടുകയാണ്. അപ്പോൾ ഇവിടെ വീഞ്ചിൻ്റെ ലിവർ തട്ടിയിടുമ്പോഴേക്കും അവിടെ വല റോപ്പ് കയറിക്കൊണ്ടിരിക്കട്ടെ. കണ്ട, റോപ്പ് കയറിക്കൊണ്ടിരിക്കണം. നല്ല തണുത്ത കാറ്റുള്ളതിൻ്റെ പേരിൽ എല്ലാവരും കൈയൊക്കെ കെട്ടി ഇങ്ങനെ നിൽക്കേണ്ട. ചെറിയൊരു ആയ്പുണ്ട്, ചെറിയ രീതിയിലുള്ളൊരു ആയ്പാണ്ടുള്ളത്. ബോർഡ് കയറിയിട്ടാ. ഈ ബോർഡിൻ്റെ വെയിറ്റ് എത്രയെന്ന് അറിയോ? 150 കിലോ ഉണ്ടാവട്ടെ ഒരു ബോർഡിൻ്റെ വെയിറ്റ്. ഇരു സൈഡിലും ഉണ്ടാകും ബോർഡ്. വലന താത്താനായിട്ടാണ് മെയിനായിട്ട് ബോർഡ് ഉപയോഗിക്കുന്നത് കണ്ട. അപ്പോൾ ബോർഡ് കയറി വന്നിട്ടുണ്ട്. പിന്നെ വല ഇങ്ങനെ തുറക്കാനും, പിന്നെ ഈ ബോർഡ് ഏറ്റവും മുന്നിൽ പോകുമ്പോൾ ഈ ചെളിയും കാര്യങ്ങളൊക്കെ ഇങ്ങനെ തെറിച്ച് നിൽക്കുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ മീൻ എങ്ങോട്ട് ഓടണമെന്ന് അറിയാൻ പറ്റില്ല. അപ്പോൾ ഇത് നിങ്ങൾ പേടിച്ചിട്ട് നേരെ ഓടിച്ചാലാണ് വലയുടെ ഉള്ളിലായിരിക്കുള്ളൂ. അങ്ങനെ അതെ വല നമ്മൾ പയ്യെ അടുപ്പിച്ചിട്ടുണ്ട്. ഇനി നേരെ കൈ കുടിച്ചിരിക്കട്ടെ. അങ്ങനെ ദൂരെ നിന്ന് തന്നെ കോടൻ്റെ പൊന്തിക്കണ്ടട്ടാ. അപ്പോൾ ഏകദേശം എന്ത് മീനാണെന്ന് എല്ലാവർക്കും മനസ്സിലായി. വേറെ ഒന്നുമില്ല, ഇങ്ങനെ കോടൻ്റെ വെക്കണമെന്നുണ്ടെങ്കിൽ കുറച്ച് നമ്മുടെ ഇതിൽ ഞാൻ കണ്ടേക്കണത് 2-3 മീനുകളാണ്. ഒന്ന് കിളിമീൻ, പിന്നെ ചെമ്പല്ലി കയറുമ്പോൾ, പിന്നെ ഉള്ളത് ക്ലാത്തി കയറുമ്പോൾ ഇങ്ങനെ കോടൻ്റെ പൊന്തിയുണ്ട്. ക്ലാത്തിയാണ്ട കിടക്കണത്. അപ്പോൾ ഈ ക്ലാത്തി കയറുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല ലോഡായിരിക്കുള്ളൂ. നമുക്ക് വല ഇങ്ങനെ പിടിച്ച് കയറ്റാൻ പറ്റില്ല. അപ്പോൾ സ്ലീങ് ഇട്ടിട്ട് കപ്പിയിൽ ചാമ്പി വലന അടുപ്പിച്ചുകൊണ്ടിരിക്കണേണ്ടി കാണാം. അതായത് കോടൻ്റെ ഉള്ളിലേക്ക് മീനാക്കണേണ്ടി കാണാം. നമുക്ക് ഭയങ്കര വെയിറ്റ് അതിൻ്റെ വരില്ലേ, കോടൻ്റെ ഉള്ളിലേക്ക് ആക്കാൻ പറ്റില്ല. അപ്പോൾ സ്ലീങ് ഇട്ടിട്ട് കപ്പിയിൽ ഇങ്ങനെ ചാമ്പി ഇങ്ങനെ എടുക്കുമ്പോൾ കണ്ട. ക്ലാത്തി ഈ ക്ലാത്തി കയറി എടുത്ത് നല്ല ചെമ്പല്ലിയാണ് വറ്റയൊക്കെയാണ് കയറിയിരുന്നെങ്കിൽ ഒരു ബോക്സിന് 1000 രൂപ ഈ ക്ലാത്തിക്ക് വിളിക്കുള്ളൂ. അത് പോട്ടെ, ഇതിൻ്റെ ഒപ്പം നല്ല മീൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് കറിക്കെങ്കിലും എടുക്കാറുണ്ട്. അപ്പോൾ അതേ വല വലിച്ച് നമ്മുടെ കോടൻ്റെ മുകളിലേക്ക് കയറി വന്നിട്ടുണ്ട്. ഇനി ഇത് പൊട്ടിച്ചിട്ട് കഴിയുമ്പോൾ എന്തൊക്കെ മീനുണ്ടെന്ന് നമുക്ക് നോക്കാട്ടെ. ഒരു പക്ഷേ ചിലപ്പോൾ ഇടയിലൊക്കെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്ന്, എന്താണ്ടൊക്കെ ഉണ്ടെന്നുണ്ട്, എന്തോ മീനൊക്കെ ഉണ്ടെന്നോണ്. കാരണം ചെറിയൊരു ഇത് കാണുന്നുണ്ട്. അപ്പോൾ നമുക്ക് പൊട്ടിച്ച് കഴിയുമ്പോൾ നോക്കാം എന്തൊക്കെയാണ് ഉള്ളതെന്ന്. കുറച്ച് ഉണ്ണിമേരി ഉണ്ട് കേട്ടോ. ആ ഓറഞ്ച് കളറിൽ കാണുന്ന ഉണ്ണിമേരിയാണ്. പിന്നെ മറ്റേത് പോളവറ്റയെന്ന് പറയൂട്ടോ നമ്മുടെ ഇവിടെ, പോളവറ്റാന്ന്. അതെനിക്കറിയില്ല കറക്റ്റായിട്ട് ആ മീനിൻ്റെ പേര്. അപ്പോൾ ഇത് നമുക്ക് വേറൊന്നുമില്ല, ഇത് രണ്ടും മാത്രമേ ഉള്ളൂ. പിന്നെ കുറച്ച് പൊത്തൽ കയറിയിടണമെന്നാണ്. അപ്പോൾ ഇതിനെ നേരെ എടുത്ത് ഇനിയിപ്പോൾ തിരിയാനും പിടിക്കാനൊന്നുമില്ല. ഷവലെടുക്കുക, നേരെ ബോക്സിലേക്ക് ആക്കുക. അതിൻ്റെ ഇടയിൽ തന്നെ മീനെടുത്ത് അങ്ങോട്ട് പിറക്കി ഇടുക. എളുപ്പമാണ് പണി. ഇതായി കണ്ട ഇതുപോലെ. അപ്പോൾ കൂടുതലും ക്ലാത്തിയതിൻ്റെ പേരിൽ നമ്മൾ തിരിയാനൊന്നും നിൽക്കണില്ല, നേരെ ഷവലിൽ നേരെ ബോക്സിലേക്ക് തട്ടേണ്ട.
അങ്ങനെ ഇപ്പോൾ വല പിടിച്ചെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ സ്രാങ്ക് പറഞ്ഞ് ഒന്ന് കടലിലൊന്ന് ചാടി നോക്ക്, പങ്കേമായി പ്രൊപ്പലറും എന്തെങ്കിലും ഉണ്ടാകുമെന്ന് നോക്കാൻ പറഞ്ഞിട്ട് അങ്ങനെ നമ്മുടെ രാജീവായും അതുപോലെ ബെന്നിച്ചനും കൂടി നേരെ കടലിലേക്ക് അടിയട്ടെ. ആഴക്കടല്ല ഒരു വെള്ളം നോക്കി എങ്ങനെയാണെന്നുള്ളത്, കണ്ണീര് കൂട്ടത്തെ വെള്ളമുണ്ട്. സ്വിമ്മിംഗ് പൂളിലൊക്കെ ചാടുമ്പോൾ എങ്ങനെയാണ് അതുപോലെ തന്നെയുണ്ട്. പങ്കയിലുള്ളത് താനെ പോയി ഷാഫ്റ്റും എന്തെങ്കിലും പിടിച്ചു കണ്ടാന്നപ്പോൾ നോക്കാനായിട്ടാണ് ഈ പോണത്. അപ്പം നമ്മൾ അവിടെ നിന്ന് നേരെ റോപ്പൊക്കെ ചുറ്റിയാൻ ഇറങ്ങിയണം. പിന്നെ അതുപോലെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആയിപ്പുള്ള സമയത്ത് ബോട്ടിനെ പൊക്കിയെടുത്ത് ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കും. ഭയങ്കര റിസ്ക് ഉള്ള പരിപാടിയാണ് ഈ വെള്ളത്തിൽ ചാടണമെന്ന് വെച്ച് കഴിഞ്ഞാൽ. കാരണം ബോട്ടിൻ്റെ ബാക്ക് ഇങ്ങനെ പൊന്തിയിട്ട് ഇങ്ങനെ ഒന്ന് കുത്തുമ്പോയെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ അടിയിലാണ് നിൽക്കണമെന്നുണ്ടെങ്കിൽ ബോട്ട് വന്നിട്ട് ചിലപ്പോൾ തലയിലായിരിക്കും ഇരിക്കണത്. അപ്പോൾ അതേ പങ്കേമയിലേക്ക് പോകണ്ട. ഇതുപോലെയാണ് നമ്മൾ കടലിൽ വെച്ച് എന്തെങ്കിലുമൊക്കെ ചുറ്റിക്കഴിഞ്ഞാൽ പങ്കേമയിൽ നിന്ന് മാറ്റിയെടുക്കണേടാ. കണ്ട അപ്പോൾ വേറെ പ്രശ്നമൊന്നുമില്ല, പങ്കേമൊന്നുമില്ല. പിന്നെ ഷാഫ്റ്റുമ്പോൾ ചെറിയൊരു വല കഷ്ണം കുടുങ്ങിയിരിക്കേണ്ടത് വേറെ ബുദ്ധിമുട്ടൊന്നുമില്ല കേട്ടോ. വേറെ പ്രശ്നമൊന്നും വരില്ല നമുക്ക്. അങ്ങനെ നേരെ ഒരു മുകളിലേക്ക് കയറാൻ പോയാണ്. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ഈ പങ്കെടുത്ത് വന്ന് നോക്കിക്കൊണ്ട് പോണ സമയത്ത് അത് ഈ കടൽ കൂടുതലുള്ള സമയത്തൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ വിചാരിക്കണ പോലെയല്ല. ഈ ബോട്ടിനെടുത്തിട്ട് ബാക്ക് ബോട്ടിൻ്റെ അമര് എടുത്തിട്ട് ഇങ്ങനെ പൊക്കി അടിച്ചുകൊണ്ടിരിക്കും കടൽ. അപ്പം ശ്രദ്ധിച്ചില്ല എന്നുണ്ടെങ്കിൽ ഇത്രയും ടൺ വെയിറ്റുള്ള സാധനം വന്നിരിക്കുന്നത് നമ്മുടെ തലയിലായിരിക്കും. ഇപ്പം വലിയ ആയിപ്പില്ല എന്നിട്ട് കിടന്ന് ഇങ്ങനെ കാണിക്കുന്നുണ്ട്. കണ്ടോ ഇത് നോക്കി. അപ്പോൾ ചിലവരുടെയൊക്കെ സംശയരികളൂ ഇങ്ങനെ കടലിൽ ചാടാൻ നേരത്ത് സ്രാഗ് അങ്ങനെ വലിയ മീനുകൾ വന്നൊക്കെ നമ്മൾ ആക്രമിക്കില്ല എന്നുള്ളത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയൊക്കെ പല സംഭവങ്ങളും കേട്ടിട്ടുണ്ട്, പക്ഷെ ഉണ്ടായിട്ടുണ്ടെന്ന് എനിക്കറിയില്ല കേട്ടോ. കാരണം ഈ ആഴക്കടലിൽ പുറംകടലിലൊക്കെയാണ് സ്രാഗ് കൂടുതലുള്ളത്. അപ്പോൾ ഇതിങ്ങനെ വരണതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ കാലിൻ്റെ അടിയിൽ ഇങ്ങനെ അടിഭാഗം ഇങ്ങനെ വെളുത്തായിരിക്കും ഇരിക്കുന്നത്. അപ്പോൾ ഈ ആഴക്കടലിലൊക്കെ പോയി പണിയെടുക്കുന്നവർ ഇതുപോലെ കുടുംബയൊക്കെ അണ്ണന്മാരാണ്ട കൂടുതലും നമ്മുടെ കുളച്ചിക്കാരാണ്. അവർ കാലിൻ്റെ അടിയിൽ ഗ്രീസൊക്കെ തേച്ചിട്ടാണ് ഇറങ്ങണേന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. കാരണം ആ ഒരു തിളക്കം മീനുകളെ കൂടുതലായിട്ട് ആകർഷിക്കും, ആഴക്കടലിലുള്ള മീനുകൾ. അപ്പം അങ്ങനെ വന്ന് ആക്രമിക്കാനൊക്കെ ഉള്ള ചാൻസ് ഉണ്ട്. പക്ഷേ അങ്ങനെ ആരെയും ആക്രമിച്ചതായിട്ട് കേട്ടിട്ടില്ല കേട്ടോ. ചിലപ്പോൾ നമ്മുടെ അറിവിലായിരിക്കുള്ളൂ അതില്ലാത്ത മറ്റുള്ള സ്ഥലങ്ങളിൽ സംഭവിച്ചിട്ടുണ്ടാവട്ടെ. അപ്പോൾ അതേ ബോട്ട് കിടന്നിങ്ങനെ തുള്ളിക്കളിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയുണ്ട്, അതേ നോക്കി. അപ്പോൾ ഈ ഒരു കൊച്ചു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ എന്തായാലും നമ്മുടെ പേജ് മറക്കാണ്ട് ഫോളോ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. വീണ്ടും ഒരു കിടിലൻ കിടുക്കാച്ച വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. ടാറ്റ.